നമസ്കാരം, ഞാൻ സുദീന. ചക്കുവട്ടി പ്രശാന്തി ഹോസ്പിറ്റലിലെ സ്റ്റാഫായി വർക്ക് ചെയ്യുന്നു. രക്തദാനം എന്ന മഹാദാനത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. രക്തദാനം എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അമൂല്യമായ ദാനമാണ്. പക്ഷേ ജനങ്ങൾ ഇതിനെപ്പറ്റി അത്ര ബോധവാന്മാരല്ല. സാധാരണഗതിയിൽ ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിക്കും രക്തം ദാനം ചെയ്യാവുന്നതാണ്. 4 മാസത്തിലൊരിക്കൽ സ്ത്രീക്കും 3 മാസത്തിലൊരിക്കൽ പുരുഷനും രക്തം ദാനം ചെയ്യാവുന്നതാണ്. എമർജൻസി സിറ്റുവേഷനുകളിൽ പലപ്പോഴും രക്തദാതാക്കളെ കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ രക്തദാതാക്കളെ കണ്ടുപിടിച്ച് അവരിൽ നിന്നും രക്തമെടുത്ത് ഇത് എല്ലാ കൃത്യമായ പരിശോധനകളും കഴിഞ്ഞ് ബ്ലഡ് ബാങ്കിൽ സൂക്ഷിച്ചു വെക്കുകയും കൃത്യസമയത്ത് ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. മനുഷ്യജീവൻ നിലനിർത്താൻ രക്തം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. രക്തം നൽകുമ്പോഴും സ്വീകരിക്കുമ്പോഴും രക്തദാതാവും സ്വീകർത്താവും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം രക്തദാതാവിന് 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നതാണ്. ശരീരഭാരം മിനിമം 50 കിലോയെങ്കിലും ഉണ്ടായിരിക്കുകയും രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയരുത് എന്നതും പ്രധാന കാരണമാണ്. ഗർഭിണിയായ സ്ത്രീകളും ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാരും രക്തം ദാനം ചെയ്യാൻ പാടുള്ളതല്ല. സ്ത്രീകൾ ആർത്തവ കാലയളവിൽ രക്തം ദാനം ചെയ്യാൻ പാടുള്ളതല്ല. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ 5 മുതൽ 6 ലിറ്റർ വരെ രക്തമാണ് ഉള്ളത്. ഇതിൽ നിന്നും 350 മുതൽ 450 മില്ലി ലിറ്റർ രക്തം മാത്രമാണ് എടുക്കുന്നത്. ഈ രക്തമാകട്ടെ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ശരീരം വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്തദാനം ചെയ്യുന്നത് ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാക്കുന്നില്ല. ഇതിന് ഗുണങ്ങൾ ഏറെയാണ്. രക്തദാനം ചെയ്യുന്നതിലൂടെ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കുറയുകയും ക്യാൻസർ പോസിബിലിറ്റി കുറയുകയും മെന്റൽ ഹെൽത്ത് വർദ്ധിക്കുകയും ലിവറിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ രക്തദാതാവിന് മറ്റു രോഗങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. സുരക്ഷിതമായ രക്തം സുരക്ഷിതമായ രീതിയിൽ സ്വീകർത്താവിന് നൽകുക എന്നതാണ് നമ്മളുടെ ഉദ്ദേശം. കൃത്യമായ പരിശോധനകളെല്ലാം നടത്തിയതിനു ശേഷം മാത്രമേ ബ്ലഡ് ബാങ്കിലേക്ക് രക്തം സ്വീകരിക്കുകയുള്ളൂ. ഇനി രക്തദാതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാൾ സ്വമേധയാ ചെയ്യേണ്ട പ്രവർത്തനമാണിത്. അതുപോലെ തന്നെ പണത്തിന് വേണ്ടിയോ മറ്റുള്ളവരുടെ പ്രേരണയിലോ ആവരുത് രക്തം ദാനം ചെയ്യേണ്ടത്. നിങ്ങളുടെ രക്തം ഒരു സ്വീകർത്താവിന് ആവശ്യം വരുമ്പോൾ അതിലൂടെ ഒരു ജീവൻ രക്ഷിക്കുവാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ഇതിനായി ചക്കുവള്ളി പ്രശാന്തി ഹോസ്പിറ്റലിൽ രക്ഷ എന്ന പുതിയ ബ്ലഡ് ഡോണർ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും രക്ഷ എന്ന പദ്ധതിയിൽ രക്തദാതാവാകാൻ സാധിക്കുകയും ഇതിലൂടെ മറ്റൊരാൾക്ക് ജീവിതത്തിൽ പുതിയൊരു അവസരം ലഭിക്കുകയും ചെയ്യുന്നു.